നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമായവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. ജാതക പരിശോധന നടത്തി ഭാഗ്യദായകമായ യന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. ഭാഗ്യത്തിനും നേട്ടങ്ങൾക്കുമായി സുദർശന യന്ത്രം, ധനത്തിനും സമൃദ്ധിക്കുമായി ധനലക്ഷ്മി യന്ത്രം, വശ്യത്തിനായി ബാണേശി, അതുപോലെ തന്നെ ഗ്രഹസ്ഥാനങ്ങളുടെ ദോഷത്തെ പരിഹരിക്കുന്നതിനായിട്ട് നവഗ്രഹ യന്ത്രം, കുജരാഹുകേതു ദോഷങ്ങൾക്കായുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു നൽകുന്നു. യന്ത്രങ്ങൾ ആവശ്യമായുള്ളവർ ഞങ്ങളുടെ ചാനലുമായി ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജംബു പ്രസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം മഹേശ്വര വിഘ്നേശ്വര, ഓം പാർവതിയമ്മേ ഭഗവതിയെ നമോ നമഃ, ഓം സുബ്രഹ്മണ്യസ്വാമിയെ അയ്യപ്പസ്വാമിയെ നമോ നമഃ, ഓം കാളികാളി മഹാകാളിയെ നമോ നമഃ, ഓം ദുർഗാദേവി ഭദ്രകാളി ദുർഗാദേവി ഭദ്രേ നമോ നമഃ. നമസ്കാരം. ഒരിക്കൽ കൂടി എവർക്കും സ്വാഗതം. 2026 യോഗങ്ങളുടെ ഒരു സമൂഹം തന്നെ സൃഷ്ടിക്കപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഈ യോഗ വ്യവസ്ഥകൾ ജനരാശിക്ക് സുഖ വ്യവസ്ഥകൾ സമ്മാനിക്കുന്നത് തന്നെയാണ്. 2026 സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ധാരാളം യോഗങ്ങൾ വന്ന് നിറയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അതെല്ലാം തന്നെയും ഓരോ ജനത്തിനും ഭാഗ്യദായകമായ അനുഭവങ്ങൾ നൽകുന്നു എന്ന് പറയപ്പെടുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു സന്തോഷം നമുക്ക് തോന്നിപ്പോകും. കാരണം ഇന്ന് ഒരു കഷ്ടത അനുഭവിച്ച് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോഴത്തെ കഷ്ടത മാറിയിട്ട് ഏതെങ്കിലും ഒരു യോഗത്തിൻ്റെ ഫലമായി ആ നക്ഷത്രജാതന് പൊതുവിലൊരു അനുകൂലമായ ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും. അത്തരത്തിൽ വളരെ വളരെ സമൃദ്ധിദായകമായിരിക്കുന്ന യോഗവിധികൾ നിറഞ്ഞു വരുന്ന 2026 ഭാഗ്യദായകം തന്നെയാണ്. അത്തരമൊരു യോഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ആദിത്യ യോഗം, സ്വക്ഷേത്ര ബലത്തിലുള്ള ആദിത്യ യോഗം. 2026 ഈ ആദിത്യ യോഗം ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങളാണ് നമുക്ക് നൽകുന്നത്. 2026 ഓഗസ്റ്റ് 17 മുതൽ നവഗ്രഹങ്ങളുടെ അധിപനായ നവഗ്രഹങ്ങളിൽ രാജസ്ഥാനത്തു നിൽക്കുന്ന ആദിത്യദേവൻ തൻ്റെ സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്ക് കടക്കുകയാണ്. ആദിത്യഗ്രഹം സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്ക് സംക്രമിക്കുമ്പോൾ ആദിത്യദേവൻ പൂർണ്ണമായും ബലവാനായി മാറുന്നു എന്നുള്ളതാണ്. സ്വക്ഷേത്രത്തിലുള്ള ആദിത്യ ദേവൻ്റെ ഈ രാശിമാറ്റം ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങളാണ് നമുക്ക് നൽകുവാൻ പോകുന്നത്. അതായത് ഭരണ നേതൃത്വം, സാമ്പത്തികമായ വളർച്ച, ഔദ്യോഗിക സ്ഥാനമാനങ്ങൾ, പിതൃസ്വത്ത് ലഭിക്കൽ എന്നിവയിലൂടെ ധാരാളം നേട്ടങ്ങൾ ജനത്തിന് വന്നു ചേരും എന്നുള്ളതാണ്. ആദിത്യഗ്രഹം സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പൂർണ്ണ ശക്തിയിൽ ജനജീവിതം വളരെയധികം സമ്പൽ സമൃദ്ധി നേടുകയാണ്. അതാണ് ആദിത്യ യോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 2026 ഇത് വളരെ വളരെ അനുഗ്രഹദായകമായ വിധിയായി മാറുകയാണ്. 2026 ആദിത്യ യോഗം വന്നു ചേരുന്ന പ്രധാന
രാശികളും നക്ഷത്രങ്ങളെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. വളരെ ഭാഗ്യദായകമായ അനുഭവ വിധികൾ വന്നു ചേരുന്ന 5 രാശിക്കാരാണ് ആദിത്യ യോഗത്തിൻ്റെതായ ഫലം അനുഭവിക്കാനായി പോകുന്നത്. അതായത് 2026 ഒക്ടോബർ 17 മുതൽ 2027 കർക്കിടകം 31 വരെ, അതായത് 1202 കർക്കിടകം 31 വരെ ഇതിൻ്റേതായ ഗുണമുണ്ടാകും. എന്നുവെച്ചാൽ ഒരു വർഷക്കാലം ഈ ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം 31 വരെ സൂര്യൻ്റേതായിരിക്കുന്ന ഈ രാശിമാറ്റ ഫലം, ഭാഗ്യദായകമായ അനുഭവം ഈ 5 രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിലാദ്യത്തേത് മകം, പൂരം, ഉത്രം, കാൽ നക്ഷത്രങ്ങൾ ചേരുന്ന ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽ ആദിത്യൻ്റെ ഭാവം 1-ാം ഭാവമായ ലഗ്നത്തിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ചിങ്ങം രാശി നക്ഷത്ര ജാതർക്ക് അപാരമായ ബുദ്ധിശക്തി, അതുപോലെ തന്നെ നേതൃത്വ ഗുണം, അതുപോലെ തന്നെ ഏത് കർമ്മ മേഖലയിലും വിജയിക്കുവാൻ കഴിയുന്ന ആ പാടവം എന്നുവേണ്ട ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് 2026 ഓഗസ്റ്റ് 17 മുതൽ ഇവരിൽ വന്നു ചേരാൻ പോകുന്നത്. ഒരു വർഷക്കാലത്തോളം ഇതിൻ്റേതായിരിക്കുന്ന പിൻബലം അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഈ നക്ഷത്ര ജാതർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സർക്കാർ ജോലിക്കാരായിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഉണ്ടാകും. സർക്കാർ ജോലിക്കാർക്ക് പ്രമോഷൻ, ശമ്പള വർധനവ് ഭാഗ്യദായകമായ തരത്തിൽ തന്നെ അതുണ്ടായി മാറും എന്നുള്ളതാണ്. ബിസിനസ് മേഖലയിൽ നിൽക്കുന്ന ചിങ്ങം രാശി നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉയർന്ന തലത്തിൽ എത്തിച്ചേരാനും സമൃദ്ധിയുടേതും ഭാഗ്യത്തിൻ്റേതുമായ ഒട്ടനവധി വഴികൾ അവർക്ക് ദർശിക്കുവാനും അനുഭവിക്കുവാനുമുള്ള ഭാഗ്യം വന്നു ചേരുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ചിങ്ങം രാശി നക്ഷത്ര ജാതർക്ക് ആദിത്യൻ്റെ യോഗം വഴി ഉണ്ടാകാൻ പോകുന്നത് സൗഭാഗ്യങ്ങളുടെ ഒരു വലിയ കൊടുമുടി തന്നെയാണ്. തീർച്ചയായും ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷ നിമിഷങ്ങളും ഈ ഒരു വർഷം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഭാഗ്യദായകമായിരിക്കുന്ന ഈ അനുഭവങ്ങൾ തീർച്ചയായിട്ടും വളരെ ശുദ്ധിയോടും അതുപോലെ തന്നെ വളരെ വ്യക്തതയോടും കൂടി ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ്. ഏതു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും ഈശ്വരീയമായ ചിന്തകളോടുകൂടി തന്നെ ഇറങ്ങുക. വിജയകരമായ തലത്തിൽ അതിനെ എത്തിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ്. ആദിത്യ യോഗം തീർച്ചയായും ചിങ്ങം രാശി നക്ഷത്ര ജാതർക്ക് ഭാഗ്യമേ സമ്മാനിക്കുകയുള്ളൂ. അടുത്തത് അശ്വതി, ഭരണി, കാർത്തിക, കാൽ ചേരുന്ന മേട രാശിയാണ്. മേട രാശിയിലെ ആദിത്യൻ്റെ ഭാവം എന്ന് പറയുന്നത് 5-ാം ഭാവമായ ബൗദ്ധിക സ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ബുദ്ധിയുടെ സ്ഥാനത്താണ്. രാഷ്ട്രീയക്കാർക്കും ലീഡർഷിപ്പ് പദവിയിലിരിക്കുന്നവർക്കും വളരെ വളരെ കീർത്തിയും സ്ഥാനമാനാദികൾ വീണ്ടും ലഭിക്കുന്ന തലത്തിലേക്ക് വരുന്നതായിട്ടും അനുഭവിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ വ്യവസ്ഥയിലും നേതൃത്വ സ്ഥാനത്തും ഇരിക്കുന്നവർക്ക് ജനങ്ങളുടെ പ്രീതിതമായിരിക്കുന്ന അവസ്ഥ ലഭിക്കും എന്നുള്ളതാണ്. ജനങ്ങളുടെ പിന്തുണയും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇഷ്ടവും ഇവരിലേക്ക് വന്നു ചേരും എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. മേടം രാശി നക്ഷത്ര ജാതർക്ക് ആദിത്യൻ്റേതായിരിക്കുന്ന ഭാവം 5-ാം ഭാവമായിരിക്കുന്ന ബൗദ്ധികമായിരിക്കുന്ന തലത്തിൽ വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം ബുദ്ധിപരമായിരിക്കുന്ന ഉയർച്ചയ്ക്കും കർമ്മപരമായിരിക്കുന്ന ശക്തിക്കും ലാഭകരമായിരിക്കുന്ന വ്യവസ്ഥകൾക്കും വേണ്ടിയിട്ടായിരിക്കും. തീർച്ചയായും ഈ വ്യവസ്ഥകളെല്ലാം തന്നെ വിജയകരമായി ഇവരിലേക്ക് വന്നു ചേരുകയും ചെയ്യും. അതുപോലെ തന്നെ ഓഹരി വിപണി, നിക്ഷേപങ്ങൾ ഇവയിൽ നിന്ന് വലിയ സാമ്പത്തിക വ്യവസ്ഥകൾ പ്രതീക്ഷിക്കാം. കൃത്യമായ സാമ്പത്തിക തീരുമാനങ്ങളിലൂടെ ധനവളർച്ച ഇവരിലേക്ക് വന്നു ചേരും. തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് മേടം രാശി നക്ഷത്ര ജാതരിൽ ആദിത്യൻ്റേതായിരിക്കുന്ന യോഗത്തിലൂടെ വന്നു ചേരുന്നത്.
തീർച്ചയായിട്ടും ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ, ഭാഗ്യക്കുറി പോലെയൊക്കെയുള്ള വലിയ തുകകൾ വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യവും ഈ രാശിക്കാരായ നക്ഷത്രജാതർക്ക് അനുഭവവേദ്യമാകും. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം കാൽ ചേരുന്ന ധനു രാശിയാണ്. ധനുരാശിയിലെ ആദിത്യഭാവം എന്ന് പറയുന്നത് 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്തിലാണ്. ആദിത്യൻ്റേതായിരിക്കുന്ന അനുഗ്രഹ തലം നിലനിൽക്കുന്നതിന് ഒരുപാട് ഭാഗ്യ വ്യവസ്ഥകൾ സമ്മാനമായി ലഭിക്കാൻ പോകുന്ന രാശിക്കാരാണ് മേടം രാശിക്കാർ. അവരുടെ ഭാഗ്യസ്ഥാനത്താണ് ആദിത്യൻ്റെ ഭാവം നിലനിൽക്കുന്നത്. പിതൃസ്വത്ത് ലഭിക്കുന്നതിനായിട്ടുള്ള അനുഭവ ഭാഗ്യം നിലനിൽക്കുന്നുണ്ട്. വിദേശത്ത് നിന്ന് ധനം വന്നു ചേരുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ നിൽക്കുന്നവർക്ക് വളരെ കൂടുതൽ സാമ്പത്തിക സമൃദ്ധി അനുഭവപ്പെടും എന്നുള്ളതാണ്. തൊഴിൽ മേഖല ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവർ ഇഷ്ടപ്പെടുന്ന തലത്തിൽ തന്നെ തൊഴിൽ ചെയ്യുന്നതിനായിട്ടുള്ള ഭാഗ്യം വന്നു ചേരും. ഈ രാശിജാതരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനപരമായ മേന്മ, അതുപോലെ തന്നെ പഠനത്തിൽ കീർത്തി, മത്സര പരീക്ഷകളിലൊക്കെയുള്ള വിജയം തുടങ്ങിയവ വളരെ വളരെ ശക്തമായി തന്നെ വന്നു ചേരും. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരായിട്ടുണ്ട് എങ്കിൽ അവർക്ക് പോകാനുള്ള വഴിയൊരുക്കം ഉറപ്പായിട്ടും നടക്കും. അതുപോലെ തന്നെ ധനുരാശി നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം പഠനപരമായിട്ട് ഉയർന്നു പോകാനുള്ള എല്ലാ വ്യവസ്ഥകളും കാണുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനായി പോകാനും അവിടെ ജീവിതത്തിൻ്റെ മാർഗങ്ങൾ സൃഷ്ടിച്ചെടുക്കാനും കഴിയുന്ന തരത്തിൽ ഭാഗ്യം വന്നു ചേരും. ഉയർന്ന പഠനം വഴിയുള്ള തൊഴിൽ സാധ്യത 100% ഈ രാശിക്കാരിലുണ്ട് എന്നുള്ളതാണ്. ഭാഗ്യപരമായിരിക്കുന്ന അനുഭവങ്ങളുടെ സുവർണ നിമിഷങ്ങൾ ധനു രാശി നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദത്തിൻ്റേതും സന്തോഷത്തിൻ്റേതുമായ നിമിഷങ്ങൾ ഈ ഒരു വർഷക്കാലം സമ്മാനമായി ലഭിക്കും എന്നുള്ളതാണ്. എന്ത് ചിന്തിക്കുന്നുവോ ആ ചിന്തിക്കുന്നത് അത്രയും ജീവിതത്തിൽ പ്രാവർത്തികമാകുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഈ രാശിക്കാരായ നക്ഷത്രജാതരിൽ വന്നു ചേരാൻ പോകുന്നത്. അടുത്തത് വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിയിലെ ആദിത്യൻ്റെ ഭാവം എന്ന് പറയുന്നത് 10ാം ഭാവമായ കർമ്മഭാവത്തിലാണ്. തൊഴിൽ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാവും. ആഗ്രഹിക്കുന്ന തൊഴിൽ മേഖലയിലേക്ക് തൊഴിൽ സ്ഥാനം ലഭിക്കുന്നതിന് ഭാഗ്യം വന്നു ചേരും. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ ഉയർന്ന പദവി സംജാതമാകുന്നതിന് നേരത്തെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ ഒഴിഞ്ഞ് കൃത്യമായും ആ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. ആദിത്യ യോഗം തീർച്ചയായിട്ടും ഈ രാശിക്കാരിൽ അനുഗ്രഹത്തിൻ്റെതായ ഒരു പെരുമഴ തന്നെയാണ് പെയ്യിക്കുവാൻ പോകുന്നത്. വിശേഷിച്ചും തൊഴിൽ രംഗത്ത് തൊഴിൽ കാക്ഷിക്കുന്ന യുവതീ യുവാക്കൾക്ക് ആഗ്രഹിക്കുന്ന തൊഴിൽ മേഖലയിൽ തന്നെ ജോയിൻ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. 2026 ഓഗസ്റ്റ് മാസം 17 തുടങ്ങി അടുത്ത കർക്കിടകം 31 വരെയുള്ള സമയം, ഒരു വർഷക്കാലം, ഇതിൻ്റെ ഭാഗ്യതമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും വൃശ്ചികം രാശി നക്ഷത്രജാതരിൽ വന്നു ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേന്മ വിദ്യാർത്ഥികളിൽ നിറയും. മത്സര പരീക്ഷകൾ, മത്സര അവസരങ്ങൾ ഏതുമാകട്ടെ അതിലൊക്കെ തന്നെ വിശേഷകരമായിരിക്കുന്ന വിജയം ഇവരെ തേടിയെത്തും എന്ന് പറയുന്നതാവും സത്യം. അതുപോലെ തന്നെ പുതിയ ബിസിനസ്സുകളിൽ പങ്കാളികളാവുക, പഴയ ബിസിനസ്സുകൾ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോവുക, പ്രൊഫഷണൽ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെയധികം ഉയർന്ന നിലവാരത്തിലേക്ക് വന്നു ചേരുക തുടങ്ങിയവ വൃശ്ചികം രാശി നക്ഷത്രജാതർക്ക് ആദിത്യദേവൻ നൽകുന്ന അനുഗ്രഹമായി തന്നെ കണക്ക് കൂട്ടാം. ആദിത്യ യോഗത്തിലൂടെ ഭാഗ്യതമമായിരിക്കുന്ന ധാരാളം അവസരങ്ങൾ
വൃശ്ചികം രാശി നക്ഷത്ര ജാതരിൽ വന്നു ചേരും. കാരണം ആദിത്യൻ്റേതായിരിക്കുന്ന സ്ഥാനം കർമ്മഭാവമായിരിക്കുന്ന 10ാം ഭാവത്തിലാണ്. തൊഴിൽ അതിനാഗ്രഹിക്കുന്നവർക്കും തൊഴിലിൽ ഇപ്പോൾ നിലനിൽക്കുന്നവർക്കും ഒരുപാട് ഉയർച്ച, ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രമോഷൻ ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങളെല്ലാം മാറി പ്രമോഷൻ പൂർണ്ണസ്ഥിതിയിലെത്തുക, ശമ്പള വർധനവുണ്ടാവുക, വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിലിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും അത് നടന്നു കിട്ടുക തന്നെ ചെയ്യും എന്ന് മാത്രമല്ല, വളരെ ഭാഗ്യതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് ചെന്നു ചേരാനും കഴിയും. വൻതോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയാണ് വൃശ്ചികം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരുന്നത്. ഏത് മേഖലയിലാണോ അവർ ബന്ധപ്പെട്ടിരിക്കുന്നത് ആ മേഖലയിൽ വളരെ വിജയിക്കാനും ജനകീയമായ അംഗീകാരങ്ങൾ നേടിയെടുക്കുന്നതിനും അവർക്ക് കഴിയും. വൃശ്ചികം രാശി നക്ഷത്ര ജാതർക്ക് തീർച്ചയായിട്ടും ആദിത്യൻ്റേതായിരിക്കുന്ന അനുഗ്രഹ വ്യവസ്ഥിതികൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് തന്നെ വന്നു ചേരും. സമ്പൽ സമൃദ്ധി ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അടുത്തത് ചിത്തിര, പകുതി, ചോതി, വിശാഖം, മുക്കാലാണ്. ചിത്തിര, പകുതി, ചോതി, വിശാഖം, മുക്കാൽ നക്ഷത്രങ്ങൾ ചേരുന്ന തുലാം രാശിയാണ് അടുത്തത്. തുലാം രാശിയിലെ ആദിത്യഭാവം 11ാം ഭാവമായ ലാഭസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ നേട്ടം ലഭിക്കുന്ന രാശിയാണിത്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആദിത്യൻ്റേതായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഗ്രഹസ്ഥാനീയ വ്യവസ്ഥയിൽ രാജകീയമായ തലത്തിൽ നിൽക്കുന്ന ആദിത്യ ഗ്രഹത്തിൻ്റേതായിരിക്കുന്ന അനുഗ്രഹം പൂർണ്ണമായും വന്നു ചേരുന്നത് തുലാം രാശി നക്ഷത്ര ജാതരിലാണ്. ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം തന്നെ സാമ്പത്തികമായിരിക്കുന്ന അവസ്ഥകളിൽ നിന്നുകൊണ്ട് തന്നെയായിരിക്കും. ഏത് തലത്തിലേക്ക് ഇറങ്ങി നിന്നാൽ പോലും സാമ്പത്തിക വളർച്ച ഇവരിലേക്ക് വന്നു ചേരും. ബിസിനസ് മേഖലയൊക്കെ വളരെ കൂടുതൽ സാമ്പത്തികമായ വ്യവസ്ഥയിൽ ഉയരും. അതുപോലെ തന്നെ പല പ്രദേശങ്ങളിൽ ബിസിനസ്സുകളുടെ ബ്രാഞ്ചുകൾ സ്ഥാപിക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരും. തൊടുന്നതെന്തും ഭാഗ്യത്തിൻ്റേതായിരിക്കുന്ന അവസ്ഥയിൽ വന്നു ചേരുന്നതായ നിമിഷങ്ങളാണ് 2026 ഓഗസ്റ്റ് 17 മുതൽ ഒരു വർഷക്കാലത്തോളം ഇവരിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ തന്നെ കിട്ടാൻ ഉള്ള ധനം തിരികെ ലഭിക്കും. ഗവൺമെൻറ് പരമായ ധനകുടിശ്ശികകൾ ഇവരിലേക്ക് വന്നു ചേരും. തീർച്ചയായിട്ടും ഇനി കിട്ടുകയില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിക്കപ്പെട്ട ധനം പോലും തുലാം രാശി നക്ഷത്ര ജാതരിലേക്ക് ഈ ഒരു വർഷത്തിനകം വന്നു ചേരും. അതുപോലെ തന്നെ കലാ, കായിക, രാഷ്ട്രീയ, സാമൂഹിക മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് പുരോഗമനവും നേതൃത്വ സ്വഭാവത്തോടു കൂടിയ സ്ഥാനമാനങ്ങളും ലഭിക്കും. ഭാഗ്യതമമായിരിക്കുന്ന ധാരാളം അനുഭവങ്ങൾ തുലാം രാശി നക്ഷത്ര ജാതരിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. തൊഴിൽ ആഗ്രഹിച്ചിരുന്ന യുവതീ യുവാക്കൾക്ക് തൊഴിൽ സംജാതമാകും. അവരുദ്ദേശിക്കുന്ന തരത്തിൽ നിന്നും വളരെ ഉയർന്ന നിലവാരത്തിലുള്ള തൊഴിലുകളായിരിക്കും വന്നു ചേരുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികമായ വ്യവസ്ഥയിൽ ചില തടസ്സങ്ങൾ നേരിട്ടു നിന്നിരുന്ന തുലാം രാശി നക്ഷത്ര ജാതർക്ക് ആ തടസ്സങ്ങളെല്ലാം തന്നെ മാറി കയ്യിലേക്ക് ധനമെത്തും. ബിസിനസ് മേഖലയിൽ വൻപിച്ച കുതിച്ചുകയറ്റമായിരിക്കും ഇവർക്കുണ്ടാകാൻ പോകുന്നത്. ഷെയർ മാർക്കറ്റുകളിൽ പോലും ഇവർക്ക് അനുഗ്രഹീതമായ ലാഭനിമിഷങ്ങളുണ്ടാവും. പുതിയ വാഹനം, പുതിയ വീട്, പുതിയ വസ്തുവകകളൊക്കെ വാങ്ങിക്കുന്നതിനാവശ്യമായിട്ടുള്ള അനുഗ്രഹം ആദിത്യദേവനിൽ നിന്ന് ഇവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ആദിത്യഗ്രഹം തീർച്ചയായിട്ടും അനുഗ്രഹദായകമായ വിധത്തിൽ തന്നെയാണ് ഇവരിലൂടെ സഞ്ചരിച്ചു പോകുന്നത്. ആദിത്യ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാശിക്കാർ രാജകീയമായി സുഖം അനുഭവിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഒന്നിലധികം മാർഗങ്ങളിലൂടെ ധനസമ്പാദനത്തിനുള്ള വ്യവസ്ഥയും തുലാം രാശി നക്ഷത്ര ജാതരിൽ സംജാതമാകും. വരുമാന മാർഗങ്ങളുടെ പല വഴികൾ തീർച്ചയായിട്ടും ഇവരിലുണ്ടാകും. വിദ്യാർത്ഥികളൊക്കെ വിദ്യാഭ്യാസ തലത്തിൽ ഊർജ്ജസ്വലത പ്രകടിപ്പിക്കുകയും വിജയം നേടിയെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും രോഗവ്യവസ്ഥയിൽ കഴിയുന്ന തുലാം രാശി നക്ഷത്ര ജാതർക്ക് അതിൽ നിന്നൊക്കെ മോചനത്തിനുള്ള സാധ്യത തെളിയുന്നുണ്ട്. ക്ഷേത്ര ദർശനങ്ങളും ഈശ്വരീയമായ മന്ത്രങ്ങളും അതുപോലെ തന്നെ തെളിഞ്ഞ മനസ്സോടുകൂടെയുള്ള പ്രാർത്ഥനകളും ആദിത്യ യോഗത്തിൻ്റെ ഫലം ഈ രാശി ജാതരിൽ എത്തിച്ചേരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.